ഹലോ, അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളൊരു കേക്ക് ഉണ്ടാക്കുകയാണ്. അതിന് 1/2 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാര, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, എല്ലാം പാടെ ഒന്ന് അരച്ചെടുക്കുക. നുള്ളുപ്പിട്ട് കൊണ്ടില്ലേ 2-3 പ്രാവശ്യം ഒന്ന് അരച്ചെടുക്കണം. മൈദ, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, അങ്ങനെ എല്ലാം പാടെ ഒന്ന് 2-3 പ്രാവശ്യമായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അതിനുശേഷം 2 കോഴിമുട്ട, 1 ടീസ്പൂൺ വാനില എസൻസ്, അത് നമുക്കൊന്ന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ഫുള്ളായി കാണുക. അതിന് ശേഷം അതിന് പഞ്ചസാര ഇട്ടെന്ന് നമുക്ക് ഇറക്കി കൊടുക്കണം. പഞ്ചസാര അടിക്കുമ്പോൾ കുറച്ചീച്ച ഇട്ട് കൊടുക്കണട്ടില്ല. അതിന് എന്നിട്ട് മൈദയും പാടെ കൂട്ടിയിട്ട് എല്ലാം പാടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ചീച്ച എടുത്തിട്ടൊന്ന് എല്ലാം അടക്കി കൊടുക്കണം. ഞങ്ങളുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ചുമ പൊട്ടിക്കണേ. 1 കപ്പ് പാല്, 1/2 കപ്പ് പാല് രണ്ടും പാടെ കൂടിയിട്ട് ചെറിയ സ്പൂണിലിട്ടില്ലേ. എന്നിട്ട് ബാക്കിയുള്ള പാടെ ഇട്ടിട്ട് ഒന്ന് ഇതൊക്കെ അതിന് ശേഷം നമുക്ക് പാത്രത്തിൻ്റെ ഇടയിൽ ഓയിലെടുത്തിട്ട് അതിൻ്റെ ഷീറ്റ് വെച്ചെടുക്കുക. ചുവ ഇട്ടിട്ട് എന്നിട്ട് നമുക്ക് കളിക്ക് വെച്ചാൽ അല്ലാതെ പാടെ അതിക്ക് സേവി മറക്കണ്ട. മൈദ, പഞ്ചസാര, ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ, ഉപ്പ്, അങ്ങനെ എല്ലാം പാടെ ഇതാക്കിയ ശേഷം നമുക്ക് അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂർ ഞങ്ങൾ 7:17 വെച്ചിട്ട് പിന്നെ 8:40 എടുത്തേക്കണം. ഇനി നമുക്ക് ചോക്ലേറ്റിൻ്റെ ഉണ്ടാക്കുക. അതേപോലെ തന്നെ നമുക്ക് മൈദ എടുക്കുക, കൊക്കോ പൗഡർ എടുക്കുക. മൈദ 1/2 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, കൊക്കോ പൗഡർ 1/2 കപ്പ്. അതിൽ നിന്ന് മൈദയിൽ നിന്ന് 2 കപ്പ് 2 ടീസ്പൂൺ മാറ്റിയിട്ട് 2 കപ്പ് ഇതാക്കണം. മൈദ 1/2 കപ്പ്, പഞ്ചസാര 1/2 കപ്പ്, കൊക്കോ പൗഡർ 1/2 കപ്പ്, 1/2 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1, ബേക്കിംഗ് സോഡ 1/2 കപ്പ്, ഉപ്പ് 1. അങ്ങനെ എല്ലാം പാടെ മിക്സ് ചെയ്തിട്ട് 2 വട്ടം ഇങ്ങനെ ഇളക്കി കൊടുക്കണിട്ടില്ലേ.
കുട്ടികളാണ്. കുട്ടികൾ നിങ്ങളൊക്കെ വീട്ടിലും കണ്ടോ, എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ കുട്ടികൾ ഉണ്ടാവുണ്ടാവും നിങ്ങളെ നടുവ് കൂടി ഇടയിൽ കൂടെ അപ്പടി ഇപ്പുറക്കെ. കുട്ടികളെ വിചാരം ഇപ്പം തന്നെ കേക്ക് ആവശ്യം ഇതൊക്കെയാണ്. അതിന് 2 കോഴിമുട്ട, അതിന് വാനില എസൻസ് പറഞ്ഞിരിക്കണേ. പക്ഷേ അപ്പത്തിന് എന്തോ ആയിട്ട് കാട്ടാൻ പറ്റിയില്ല. മുട്ടയ്ക്ക് പഞ്ചസാര ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇതായി കൊടുക്കണം. നല്ല മുട്ടയും പഞ്ചസാരയും പാടെ കൂടിയിട്ട് ഇതാവും, നല്ല മിക്സായി കിട്ടുള്ളൂ. അതിലേക്ക് 1 കപ്പ് കൊക്കോ പൗഡർ ഇടുക. എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു ഓയിൽ ഒഴിച്ച് കൊടുക്കണം. 2 ടീസ്പൂൺ പാല്, ഇനി അതിന് മറക്കണ്ട 1 കപ്പ് മൈദ, 1 കപ്പ് പഞ്ചസാര, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് എന്നുള്ളൂ. അങ്ങനെ നമ്മൾ ആദ്യം കേക്ക് ഉണ്ടാക്കിയില്ലേ, അത് റെഡി ആയിക്കണേ. ഞങ്ങൾ അത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് സൂപ്പറല്ലേ. അങ്ങനെ എന്താ കേക്ക് റെഡി, ആദ്യത്തെ കേക്ക് റെഡി. നല്ല മഴ വന്നിട്ട് നല്ല ഇതുണ്ട്, സോഫ്റ്റായി വന്നിട്ടുണ്ട്. നോക്കാൻ നല്ല മഴയല്ലേ, നല്ല അടിപൊളി. ഞങ്ങൾ രണ്ടാമത്തേതും ഞങ്ങൾക്ക് ഭാര്യയാണ്. അതേപോലെ തന്നെ ഞങ്ങൾ 1/2 മണിക്കൂർ വെച്ചേക്കണം. അങ്ങനെ അതും റെഡി. അത് 1/2 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് നോക്കിയേക്കാം എങ്ങനെ ഉണ്ട് നോക്കിയേക്കാം. അങ്ങനെ അത് കുക്കറിൽ വെച്ച് 1/2 മണിക്കൂർ അതൊന്ന് കൂട്ടി കൊടുക്കണം. അന്നേരം കുറച്ചായി കഴിഞ്ഞിട്ട് ഒന്ന് ഇതായി കൊടുത്താൽ സൂപ്പറായി. അങ്ങനെ അത് റെഡിയല്ലേ. നിങ്ങൾ ഈ പെണ്ണിന് എന്താ ചുമയിട്ട് അടിച്ച്, പക്ഷേ ഇപ്പോൾ കുറച്ചയച്ച് 2-3 ദിവസമായിട്ട് ഉള്ളിലേക്ക് പനിയുണ്ട്, ചുമയുണ്ട്, തൊണ്ടവേദനയുണ്ട്. അത് റെഡിയായില്ലേ, സൂപ്പറായിട്ട്. എന്താ ഞങ്ങൾ തന്നെ കേക്ക് 2-3 കഷ്ണമാക്കണം. എൻ്റെ ബർത്ത്ഡേ കേക്കല്ല, വീഡിയോസ് എല്ലാവരും കാണണം. കേൾക്കാത്തെന്താ? അങ്ങനെ എൻ്റെ ആങ്ങളെ കേക്ക് കട്ട് ചെയ്യണം. കേക്കല്ല, സൈഡ് കേക്ക് വിപ്പിംഗ് ക്രീം കണ്ട അതിന് കട്ട് ചെയ്ത. കത്തി മൂർച്ചയില്ലാത്തതുകൊണ്ട് അത് കിളിയർക്ക് കിട്ടിയിട്ടില്ലേ.
അതിന് ശേഷം നമുക്ക് ക്രീമുകൾ നമുക്ക് ശരിയാക്കണം. ആ വിപ്പിംഗ് ക്രീം ലെസ് ആയിട്ട് ആ ക്രീം ലെസ് പാറ്റി ഈ വിപ്പിംഗ് ക്രീം നല്ല അടിച്ചു കൊടുക്കണം, എന്നാലേ ഉള്ളൂ ഒക്കെ ശരിയായി കിട്ടും. എന്നാൽ പിന്നെ തേക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയി കിട്ടും. അടിച്ചെടുക്കുക. ഒന്നുമില്ലല്ലോ, അത് ഞാനാണ്. നല്ല അടിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കത് നോക്കണ്ടേ പ്ലേറ്റിന് ശരിയാക്കാൻ വെക്കണം. ആദ്യം ഒന്ന് കേക്ക് വെച്ചു. അപ്പം അതിന് മുകളിൽ പാല് വെച്ച് എന്നിട്ട് വിപ്പിംഗ് ക്രീം അങ്ങനെ തേച്ചെടുക്കുക. ഡെക്കറേഷൻ ചെയ്യാം. ചിലപ്പോൾ ചെറുതായിട്ട് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവില്ല, അതൊന്ന് ക്ഷമിച്ച് ചെയ്യാം. എന്തിനാ വെച്ചിട്ട് സാധനം എന്നെ മറ്റേ കേക്ക് ചോക്ലേറ്റിൻ്റെ കേക്ക് വെച്ചിട്ട് അതേപോലെ തന്നെ നമ്മൾ ചെയ്യുക. ആദ്യം ചെയ്ത പോലെ തന്നെ എല്ലാം ചെയ്യുക. ഇതൊക്കെ അങ്ങനെ രണ്ടാമത് ചെയ്യുക. രണ്ടാമത്തെ കേക്കിൽ എന്താ അതിൻ്റെ ഉള്ളിൽ പാൽ ഒഴിച്ച് അങ്ങനെ ബേക്കിംഗ് പൗഡർ പിന്നിലേക്ക് എന്താ സാറില്ലേ അങ്ങനെ ചോക്ലേറ്റിൻ്റെ കേക്ക് വെച്ചിട്ട് അങ്ങനെ പാൽ വെച്ച് അങ്ങനെ ക്രീം വെച്ച് അങ്ങനെ കേക്ക് വെക്കുക. കേക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അറിയണ കമൻറ്റിൽ എഴുതുക. അങ്ങനെ എങ്ങനെയെന്ന് നമുക്കില്ല, ഞങ്ങൾക്കറിയില്ല, എന്നാലും ഞങ്ങൾക്കറിയണ പോലെ ഉണ്ടാക്കിയാണ്. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അങ്ങനെയല്ല എങ്ങനെയാണ് കേക്ക് റെഡി അല്ലേ. അങ്ങനെ അതിന് ഡെക്കറേഷൻ ഇടാണ്. അതിന് നമ്മൾ കളറുണ്ടായിരുന്നു, അത് അതിൽ ഇങ്ങനെ തേച്ച് നിങ്ങൾക്ക് ഏത് കളറാണ് വേണമെങ്കിൽ ഞങ്ങളൊക്കെ അങ്ങനെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ 12 കളറുണ്ടാകും. അങ്ങനെ ആയിട്ട് ഞങ്ങളൊരു കളർ എടുത്തിട്ട് ഒന്ന് കളർ വെച്ചിട്ട് ഏത് കളറാണ് വേണ്ടത് ടെസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. നല്ല അടിപൊളിയാണ്. എല്ലാതും കേക്കൊക്കെ നല്ല സൂപ്പറായിരുന്നു.
അങ്ങനെ കേക്കിന് ഇതൊക്കെ കഴിഞ്ഞ് ഹാപ്പി ബർത്ത്ഡേ കേക്ക് അടിപൊളിക്കുന്നു. ആ നിൽക്കുന്ന ഞാനൊക്കെ കുട്ടികളെ ഇടയിൽ ഞാൻ നിന്ന്. സോന അമ്മായിക്ക് ബർത്ത്ഡേ കേക്ക് അങ്ങനെ കേക്ക് കേക്ക് കണ്ട അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, നല്ല നന്നായിരുന്നു. ഇത് എൻ്റെ ഉമ്മക്കും മധുരമുള്ള പറ്റൂലേ, എന്നാലും ഉമ്മ കഴിക്കുകയൊക്കെ ചോദിച്ചു മധുരം ഉണ്ടെങ്കിൽ. ഉമ്മക്ക് ഷുഗറാണ് കണ്ട് വേണ്ടെന്നൊക്കെ പറയുന്നത്, ഉമ്മ മധുരമുള്ള കഴിക്കും. അത് ഞാൻ അങ്ങനെ കഥ. കുറേ ദിവസമായിരുന്നു കേക്ക് ഉണ്ടാക്കണം ഇങ്ങനെ ആശ പൂതി എത്തിയാണ്. അപ്പം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഞങ്ങളുടെ വീട്ടിലെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ, എല്ലാവരും വിഷ് ചെയ്യുക. ഇന്ന് അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ.